കൃത്യസമയത്ത് എത്തൂല്ല, യൂണിഫോമും ഇല്ല. ചെറിയ കുട്ടിയല്ലേ ടീച്ചറെ, ഇങ്ങനെ ദേഷ്യപ്പെടണോ? ചിലപ്പോ യൂണിഫോം തയ്ച്ചു കാണില്ല. റഷീദ് മാഷെ, ഈ സുമ ടീച്ചറെ ക്ലാസ്സിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ ഈ സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമാണ് യൂണിഫോം. യൂണിഫോം സ്കൂൾ ഡിസിപ്ലിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ കുട്ടികൾ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും കൂടി നമ്മൾ അറിയണ്ടേ? ഓ, ഇനി ആ പ്രശ്നം കൂടെ അറിഞ്ഞിട്ട് അതിന്റെ പുറകെ പോവാൻ ഞങ്ങൾക്ക് വയ്യ. പൊയ്ക്കോ, ഇനി യൂണിഫോം തയ്ച്ചിട്ടിട്ട് വന്നാ മതി. നിന്നെ, മോന്റെ പേരെന്താ? മോനൂട്ടൻ. മോനോട്ടെ ക്ലാസ്സിലേക്ക് ചെല്ലേ. കമലേ, മാനേജർ എന്തു പറഞ്ഞേ? എഴുതി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാനേജർ. അപ്പോന് സ്കൂളിലെ പുസ്തകങ്ങളും മറ്റും വാങ്ങിക്കാൻ ഒത്തിരി കാശ് ചെലവായി. എന്തെങ്കിലും ഒരു അധിക ചെലവ് വരുമ്പോൾ മനസ്സിനൊരു ആദ്യ ജാനുവടുത്തി. അങ്ങനെ ഒരുപാട് ആലോചിച്ചാലേ നമുക്കൊന്നും ജീവിക്കാൻ പറ്റൂല. അതൊക്കെ നേരെയാവും, അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ പോട്ടെ. ശരി. ഞാൻ കൈപ്പാട ശേഖരൻ്റെ മോനാ. പലതവണ പറഞ്ഞു, എന്നിട്ടും കാശ് കിട്ടിയില്ല. ഇപ്പൊ കുറച്ച് വിഷമത്തിലാ, അതുകൊണ്ടാ. വിഷമം അതെല്ലാവർക്കും ഉള്ളതല്ലേ. ഈ കടമൊക്കെ എഴുതി തള്ളാവുന്നേ ഉള്ളൂ. പക്ഷേ അടച്ചോളാം എങ്ങനെങ്കിലും. ശേഖരന്റെ മോൻ ഇപ്പൊ പോ. അപ്പു, ഇതെന്താ നീ വരയ്ക്കുന്നത്? അമ്മ ഇത് കണ്ടോ? നന്നായിട്ടില്ലേ? ആ, കൊള്ളാലോ. ഇതെനിക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോവാനാ. ഞങ്ങളെ ക്ലാസ് മാഷ് റഷീദ് മാഷ് പറഞ്ഞിട്ടാ. മാഷ് നിന്നോട് ചിത്രം വരച്ചു കൊണ്ടുവരാൻ പറഞ്ഞോ? പ്രകൃതിയെക്കുറിച്ച് കഥയോ കവിതയോ ഉപന്യാസോ അങ്ങനെ എന്തെങ്കിലും എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിത്രം വരച്ചു കൊണ്ടുവരാന്ന്. അപ്പം മാഷ് സമ്മതിച്ച്. നിനക്ക് പറ്റിയ മാഷ് തന്നെ. നീ കഴിച്ചു തീർന്നില്ലേ? ഇനി മോൻ എവിടെങ്കിലും പോയി കളിച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതി. എനിക്ക് കുറെ എഴുതാനുണ്ടമ്മേ. കളി കഴിഞ്ഞു വന്ന് എഴുതിയാ മതി. ചെല്ല്. നിക്കട പയ്യ, കളി കഴിഞ്ഞ് മിഠായി കഴിച്ച് വന്നാ മതി കേട്ടാ. എനിക്കൊന്നും വേണ്ട. അവനിതൊന്നും ഇഷ്ടമല്ല.